നമസ്കാരം. ഫോർട്ടിക് ന്യൂസിലേക്ക് സ്വാഗതം. ഹമാസുമായുള്ള യുദ്ധത്തിനിടെ ആത്മഹത്യ ചെയ്യുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി എന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023 ഒക്ടോബർ 7 ശേഷം 28 സൈനികരാണ് ആത്മഹത്യ ചെയ്തത്. ഒക്ടോബറിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കണക്കുകളേക്കാൾ എത്രയോ കൂടുതലാണിത്. ഒക്ടോബർ ആക്രമണത്തിന് മുമ്പ് 2023 10 ആത്മഹത്യകളാണ് നടന്നതെന്നും IDF ചൂണ്ടിക്കാട്ടി. 2022 14 പേരും 2021 11 പേരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നു. 2023-2024 കാലഘട്ടത്തിലെ മരണസംഖ്യ കഴിഞ്ഞ 10 വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോഴുള്ളതെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം കഴിഞ്ഞാൽ ഇസ്രായേൽ സൈനികരുടെ മരണത്തിന് പിന്നിലെ രണ്ടാമത്തെ കാരണമായി ആത്മഹത്യകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. രോഗബാധയിലൂടെയും അപകടങ്ങളിലൂടെയും മരണപ്പെട്ടവരുടെ കണക്കുകളേക്കാൾ കൂടുതലാണിത്. ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം കുറഞ്ഞത് 891 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും 5569 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് IDF കണക്കുകൾ പറയുന്നു. 2023 558 സൈനികരും 2024 363 സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ 39,000-ത്തിലധികം കോളുകൾ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് വന്നതായും ഇത് സൈന്യത്തിലെ ആത്മഹത്യകൾ തടയാൻ സഹായിച്ചുവെന്നും ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ്. സൈനികരെ സഹായിക്കാൻ യുദ്ധത്തിനിടയിൽ 800 മാനസികാരോഗ്യ ഓഫീസർമാരുടെ നിയമനാപേക്ഷയും സൈന്യം വിളിച്ചിട്ടുണ്ടെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. അതേസമയം ഇസ്രായേൽ ഭരണകൂടം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാലും യുദ്ധത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അതൃപ്തിയും ഭയന്ന് സൈനികരുടെ യഥാർത്ഥ മരണക്കണക്കുകൾ പുറത്തുവിടാതിരിക്കുകയാണെന്ന വ്യാപകമായ ആക്ഷേപവുമുണ്ട്. വാസ്തവത്തിൽ മരണനിരക്ക് വളരെ കൂടുതലാണെന്നാണ് പല പാലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പുകളും നൽകുന്ന റിപ്പോർട്ടുകൾ.